What's up guys, I'm Sudev and welcome back to my channel Super Clips. Super Clips Entertainmentന്റെ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു തിയറി വീഡിയോയും കൊണ്ടൊന്നല്ല വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനാവുന്ന 10 കാര്യങ്ങൾ, ടോപ്പ് 10 കാര്യങ്ങൾ. അപ്പം ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഏറെക്കുറെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പം കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം വന്നിരിക്കുന്ന ലീക്സും പ്ലോട്ടും ഒക്കെ അനുസരിച്ചുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത്തരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് സ്പോയിലേഴ്സിനെ കുറിച്ച് വല്ലാതെ ചിന്തിക്കാതെ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, ടൈം ട്രാവൽ. സോ ഗൈസ്, ഇപ്പം നമ്മൾ മിക്കവാറും എല്ലാ ഫാൻസിനും അറിയുന്ന ഒരു കാര്യമാണ്, അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടൈം ട്രാവൽ ഒരു വലിയ പ്ലോട്ടായിരിക്കുമെന്ന്. ഒരുപാട് ലീക്സിലൂടെയും അതുപോലെ തന്നെ ടോയ് ലീക്സ്, കോൺസെപ്റ്റ് ആർട്ട് ലീക്ക്, പ്ലോട്ട് ലീക്ക് എന്നിവയിലൂടെയൊക്കെ നമ്മളെ ആദ്യം അറിഞ്ഞ കാര്യമാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. അതായത് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടൈം ട്രാവൽ ഉപയോഗിച്ചുകൊണ്ടാണ് താനോസിനെ അല്ലെങ്കിൽ ആ ഒരു കോമൺ ത്രെറ്റിനെ അവർ നേരിടുക എന്നുള്ള കാര്യം പല ഫാൻസിനും അറിയുന്നത് തന്നെയാണ്, എല്ലാ ഫാൻസിനും അറിയുന്നതാണ്. സോ ഈ ടൈം ട്രാവൽ അവർ ഏത് രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. അതിനി നമ്മുടെ ജനറ്റ് വാൻ ഡൈൻ പറഞ്ഞ പോലെ ടൈം വോർട്ടെക്സ് ആണോ അതോ ഇനി ടൈം സ്റ്റോൺ ആണോ എന്താന്ന് നമുക്ക് മൂവി കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. ക്വാണ്ടം റെയിൽം അവരെങ്ങനെ ടൈം ട്രാവൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഇപ്പൊ ഫാൻസ് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാനായിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ടൈം ട്രാവൽ എങ്ങനെ സാധ്യമാക്കുന്നു എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ 10th പൊസിഷനിൽ വെക്കാൻ കാരണം, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അതിനെ 10th പൊസിഷനിൽ വെക്കുന്നത്. നമ്പർ 9, ക്യാപ്റ്റൻ ആൻഡ് ടോണി റിയൂണൈറ്റ്സ്. സോ ഗൈസ്, നമുക്കറിയാം സിവിൽ വാറിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ടോണിയും മാനസികമായി വളരെയധികം അകന്നിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റി വാറിൽ നമ്മൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ചെറുതായിട്ടൊന്ന് കൂടുന്നതാണ് കണ്ടത്. എന്നിരുന്നാലും അവർ പൂർണ്ണമായിട്ട് ഫ്രണ്ട്സ് ആയില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ആ ഒരു കോമൺ ത്രെറ്റിനെ അല്ലെങ്കിൽ താനോസിനെ നേരിടാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്കയും ടോണി സ്റ്റാർക്കും വീണ്ടും ഒന്നിച്ചു ചേരും. അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ വളരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ക്യാപ്റ്റൻ അമേരിക്കയും ടോണി സ്റ്റാർക്കും റീയൂണൈറ്റ് ചെയ്യുന്ന ഒരു സീൻ കാണാനാണ് പല ഫാൻസും ആഗ്രഹിക്കുന്നത്. സോ അതൊരു എപ്പിക് സീൻ ആവാൻ തന്നെയാണ് ചാൻസ്. അതായത് അവരുടെ ഇടയിലുള്ള ആ റിലേഷൻഷിപ്പ് വളരെയധികം വലുതാവുന്നതും ആ ബക്കിയുടെ കാര്യമൊന്നും പ്രശ്നമല്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് മൂവി വളരുന്നത് എല്ലാ ഫാൻസിനും ഒരു ആവശ്യമുള്ള കാര്യമാണ്. ക്യാപ്റ്റൻ അമേരിക്കയുടെയും ടോണി സ്റ്റാർക്കിൻ്റെയും ഒരു ആത്മബന്ധം നമുക്ക് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. നമ്പർ 8, യങ് അവെഞ്ചേഴ്സ്. സോ ഗൈസ്, യങ് അവെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ മൂവീസിലൊന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും കോമിക്സിലും അതുപോലെ തന്നെ ആനിമേഷൻ സീരീസിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് യങ് അവെഞ്ചേഴ്സ്. യങ് അവെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഒറിജിനൽ അവെഞ്ചേഴ്സ് അല്ലാതെയുള്ള ചില ഹീറോസ് കൂടി ചേർന്ന് രൂപീകരിച്ചതാണ് യങ് അവെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. യങ് അവെഞ്ചേഴ്സിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ലാഡ്, ഹൾക്ലിങ്, അതുപോലെ തന്നെ കെയ്റ്റ് ബിഷപ്പ്, വിഷൻ, അങ്ങനെയുള്ള കുറച്ച് ഹീറോസ് ചേർന്നിട്ടാണ് യങ് അവെഞ്ചേഴ്സ് എന്ന് പറയുന്ന ടീം രൂപപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ യങ് അവെഞ്ചേഴ്സിനെ പറ്റി കിട്ടും. സോ അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ യങ് അവെഞ്ചേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഇപ്പോഴുള്ള പല ലീക്സ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് പുതിയ കാസ്റ്റുകൾ നമുക്ക് ഇപ്പം വന്നിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാതറിൻ ലാങ്ഫോർഡ് ഒരു റോളിൽ വരുന്നുണ്ട്. അത് എന്താണ് റോളെന്ന് അറിയില്ല. സോ അന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മായ ലോപ്പസ് ആവാം കാതറിൻ ലാങ്ഫോർഡ് എന്ന്. എന്നാൽ ഇപ്പോൾ പല ഫാൻസും പറയുന്നത് നമ്മുടെ യങ് അവെഞ്ചേഴ്സിലെ ഹോക്കൈ ആയ കെയ്റ്റ് ബിഷപ്പാവും കാതറിൻ ലാങ്ഫോർഡ് എന്ന് പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നുണ്ട് ടോണി സ്റ്റാർക്കിൻ്റെയും പെപ്പർ പോട്ട്സിൻ്റെയും മകളാണ് ഈ ഒരു കാതറിൻ ലാങ്ഫോർഡ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അയൺമാൻ 3 നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഹാർലി കീനർ എന്ന് പറയുന്ന ഒരു കുട്ടി, ടോണി സ്റ്റാർക്കിനെ മൂവിയിൽ ഒരുപാട് സഹായിക്കുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ. സോ ആ ഒരു ആളും ആ ഒരു കുട്ടിയും അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ കാസ്റ്റ് റോളിലുണ്ട്. ടൈ സിംകിൻസ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ഹാർലി കീനറായി അഭിനയിക്കുന്നത്. സോ അയാളും ഈ ഒരു മൂവിയിലുണ്ട്
സോ ഈ അയൺ ലാഡ് എന്ന് പറയുന്ന അയൺമാൻ്റെ യങ്ങർ വേർഷനായിട്ട് അഭിനയിക്കുന്നത് ഹാർലി കീനർ ആണോ എന്നറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് യങ് അവഞ്ചേഴ്സിനെ കാണാൻ കഴിയും. ഒട്ടേറെ ഹീറോസിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കോട്ട് ലാങ്ങിൻ്റെ മകളായിട്ടുള്ള കാസി ലാങ് സ്റ്റേഷർ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ കൂടെയുള്ള മിസ് മാർവൽ കമല ഖാൻ എന്ന് പറയുന്ന ഒരു ഹീറോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ സുഹൃത്തായ മരിയ റാംബോയുടെ മകളായ മോണിക്ക റാംബോ ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയാണ്. അങ്ങനെയുള്ള ഒരുപാട് സൂപ്പർ ഹീറോസിനെ നമ്മൾ കാണാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കൺഫേം ആയിട്ടില്ല. എന്തായാലും യങ് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു എപ്പിക് സീൻ തന്നെ ആയിരിക്കും. സോ അത് കാണാൻ എല്ലാ ഫാൻസിനും ഒരു ആവേശം ഉണ്ടാവും. സോ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സീനാണ് യങ് അവഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഘടകമാണ് യങ് അവഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ 7 ന്യൂ ഇൻഫിനിറ്റി ഗോൺലെറ്റ്. സോ ഗൈസ്, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ അവസാനം നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് പൂർണ്ണമായി ഡാമേജ് ആയി എന്നാണ് റൂസോ ബ്രദേഴ്സ് അടക്കമുള്ള മാർവൽ ഒഫീഷ്യൽസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഇൻഫിനിറ്റി ഗോൺലെറ്റ് കൊണ്ട് ഇനിയൊരു സ്നാപ്പോ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിപ്പോൾ നമ്മുടെ താനോസിൻ്റെ കയ്യിൽ അങ്ങ് ഉരുകി ചേർന്നിരിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഇൻഫിനിറ്റി സ്റ്റോൺസ് വെക്കണമെങ്കിൽ ഒരു പുതിയ ഇൻഫിനിറ്റി ഗോൺലെറ്റ് എന്തായാലും വേണ്ടി വരും. സോ ഞാൻ മുമ്പ് ഒരു ന്യൂ വില്ലൻ ന്യൂ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓഡിൻ്റെ കയ്യിൽ ഒരു ഒറിജിനൽ ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. സോ അങ്ങനെ ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റ് നമുക്ക് വേണമെങ്കിൽ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ പ്രതീക്ഷിക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ ഫാൻസ് എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ നമ്മുടെ എയ്റ്റിരിയുടെ സഹായത്തോടെ അയൺമാൻ അല്ലെങ്കിൽ എല്ലാ അവഞ്ചേഴ്സും കൂടി ചേർന്നുകൊണ്ട് ഒരു ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു 3 ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇവർ പല ടൈം ലൈനിൽ പോയി ഈ ഇൻഫിനിറ്റി ഗോൺലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫിനിറ്റി സ്റ്റോൺസ് കളക്ട് ചെയ്യും എന്നൊക്കെ ഓരോ പ്ലോട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരു പുതിയ ഇൻഫിനിറ്റി ഗോൺലെറ്റ് തന്നെ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. എങ്കിൽ അത് എങ്ങനെ അവർ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒറിജിൻ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ 7th പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. നമ്പർ 6 കോസ്മിക് എൻറ്റിറ്റീസ്. സോ ഗൈസ്, മാർവൽ കോമിക്സിൽ നമ്മൾ ഒരുപാട് കോസ്മിക് എൻറ്റിറ്റീസിനെ കണ്ടിട്ടുണ്ട്. മാർവൽ MCUവിൽ നമ്മൾ ഇതുവരെ കോസ്മിക് എൻറ്റിറ്റീസിനെ അങ്ങ് കണ്ടിട്ടില്ലെങ്കിലും ചില കോസ്മിക് എൻറ്റിറ്റീസിനെ കണ്ടിട്ടുണ്ട്. ഈസോൺ ദ സെർച്ചർ, ഈഗോ, അങ്ങനെയുള്ള ചില കോസ്മിക് എൻറ്റിറ്റീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കോസ്മിക് എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തി കൂടിയ ആളുകൾ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മളോട് കെവിൻ ഫൈഗി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതായത് കോസ്മിക് എൻറ്റിറ്റീസിനെ MCUവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ MCU എന്ന് പറയുന്നത് സ്പേസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും, കോസ്മോസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ഒരുപാട് കോസ്മിക് എൻറ്റിറ്റീസ് നമ്മുടെ മാർവൽ യൂണിവേഴ്സിലുണ്ട്. ഗാലാക്ടസ്, ഇറ്റേണിറ്റി, ഡെത്ത്, അതുപോലെ തന്നെ ലിവിങ് ട്രൈബ്യൂണൽ, അങ്ങനെയുള്ള ഒരുപാട് കോസ്മിക് എൻറ്റിറ്റീസ് ഉണ്ട്. സോ ഇതിൽ പല ഫാൻസും പറയുന്നത് ഈ ലിവിങ് ട്രൈബ്യൂണൽ പോലെയുള്ള കോസ്മിക് എൻറ്റിറ്റീസിനെ നമുക്ക് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ കാണാൻ സാധിക്കുമെന്നാണ്. മേ ബി ഈ കോസ്മിക് എൻറ്റിറ്റീസിൽ ആരെങ്കിലും ആകാം ആ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ പറയുന്ന ഒരു പുതിയ വില്ലൻ എന്ന് പറയുന്നത്. സോ കോസ്മിക് എൻറ്റിറ്റീസ് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ്, ആരൊക്കെയാണ് ഉള്ളത് എന്ന് കാണാൻ നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ടാവും. സോ അതുകൊണ്ട് ഞാനിതിനെ ഇവരെ 6th പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. നമ്പർ 5 നെബുല കിൽസ് താനോസ്. സോ ഗൈസ്, കോമിക്സ് വായിച്ച ഏതൊരു ആൾക്കും അറിയുന്നതാണ് നെബുലയാണ് നമ്മുടെ താനോസിനെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളെന്ന് പറയുന്നത്. നെബുലയ്ക്ക് ഗമോറയുടെ സ്ഥാനം കൊടുത്തില്ല, നെബുലയുടെ കുറേ പാർട്സ് നശിപ്പിച്ചു, അവളൊരു പാർട്ട് മെഷീനാക്കി മാറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ താനോസിനെ വളരെയധികം വെറുക്കുന്ന ഒരു ക്യാരക്ടറാണ് നെബുല എന്ന് പറയുന്നത്. സോ മൂവിയിൽ നമ്മൾ ഇതുവരെ എല്ലാ മൂവീസിലും നമ്മളത് കണ്ടതാണ്. സോ നെബുല താനോസിനെ കൊല്ലുന്ന ഒരു സീൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ കൊല്ലുക എന്നതിലുപരി തോൽപ്പിക്കുക, ഇൻഫിനിറ്റി ഗോൺലെറ്റ് എടുത്ത് അണിയുക, സ്നാപ്പ് അൺഡു ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കോമിക്സിൽ ഇതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് സീരീസിൽ നമ്മുടെ നെബുല ഈ ഗോൺലെറ്റ് അണിയുകയും താനോസ് ചെയ്ത സ്നാപ്പ് അൺഡു ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. സോ അതുപോലെ ഒരു സീൻ നമുക്ക് മൂവിയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം. നെബുലയ്ക്ക് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഒരു വലിയ റോൾ ഉണ്ടെന്ന് തന്നെയാണ് കേൾക്കുന്നത്. സോ നെബുല താനോസിനെ കൊല്ലുകയോ അല്ലെങ്കിൽ താനോസിനെ തോൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അത് കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. നമ്പർ 4 വേൾഡ് ബ്രേക്കർ ഹൾക്ക്. സോ ഗൈസ്, വേൾഡ് ബ്രേക്കർ ഹൾക്കിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഹൾക്കിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോമാണ് വേൾഡ് ബ്രേക്കർ ഹൾക്ക് എന്ന് പറയുന്നത്. അതായത് വളരെയധികം ആങ്കറും അതുപോലെ തന്നെ റേജ്ഫുള്ളും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു വേൾഡ് ബ്രേക്കർ ഹൾക്ക് എന്ന് പറയുന്നത്. സോ പ്രൊഫസർ ഹൾക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ഉണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഒരുപാട് കോൺസെപ്റ്റ് ആർട്ട് ലീക്കുകൾ, ടോയ് ലീക്കുകൾ വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പകുതി ബ്രൂസ് ബാനറും പകുതി ഹൾക്കുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പ്രൊഫസർ ഹൾക്ക് എന്ന് പറയുന്നത്.
എന്നാൽ അതിലുപരിയായി വേൾഡ് ബ്രേക്കർ ഹൾക്കിനെ അൺലീഷ് ചെയ്യാൻ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് സാധിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. സോ കോമിക്സ് വായിച്ചവർക്ക് അറിയാം വേൾഡ് ബ്രേക്കർ ഹൾക്ക് എങ്ങനെ ഉണ്ടാവുന്നതെന്ന്. ഹൾക്കിന്റെ ഭാര്യയും മക്കളും ഒക്കെ മരിക്കുന്നതോടുകൂടിയാണ് ആ ഒരു വളരെയധികം ആംഗ്രി ആയിട്ടുള്ള ഒരു ഹൾക്ക് ഉണ്ടാവുന്നത്. സോ മൂവിയിൽ അങ്ങനെ വേൾഡ് ബ്രേക്കർ ഹൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അപ്പം ഹൾക്കിനെ അങ്ങനെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേൾഡ് ബ്രേക്കർ ഹൾക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടെങ്കിൽ അതൊരു മാസ് സീനായിരിക്കും. വേൾഡ് ബ്രേക്കർ ഹൾക്കിന്റെ കയ്യിൽ നിന്ന് താനോസിന് 5-6 ഇടി കിട്ടുന്ന സീൻ എനിക്ക് വളരെയധികം കാണുന്ന ആഗ്രഹമുണ്ട്. എന്നാൽ വേൾഡ് ബ്രേക്കർ ഹൾക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ തീർച്ചയായിട്ടില്ല. ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ അതൊരു മാസ് സീനായിരിക്കും. നമ്പർ 3, താനോസ് ബസ്റ്റർ. സോ ഗൈസ്, അയൺമാൻ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ മാർക്ക് 85 എന്ന് പറയുന്ന ഒരു ആർമറായിരിക്കും ഇടുക എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഈ ആർമറിന് അവർ കൊടുത്തിരിക്കുന്ന പേര് താനോസ് ബസ്റ്റർ എന്നാണ്. അതായത് താനോസിനെ തോൽപ്പിക്കാൻ ഏറ്റവും നല്ല ഒരു ആർമറായിട്ട് അവർ കരുതുന്നതാണ് ഈ താനോസ് ബസ്റ്റർ. താനോസ് ബസ്റ്റർ ഈ ഒരു നാനോബോട്ട്സ് അതുപോലെ തന്നെ ഉറു മെറ്റൽ ഇവയൊക്കെ കൂടി ചേർന്നുണ്ടായതാണ്. അതായത് ടോണി സ്റ്റാർക്ക് ATD സഹായത്തോടെ ഉണ്ടാക്കുന്ന ആർമറാണ് താനോസ് ബസ്റ്റർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ആർമർ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കും? ATD സഹായത്തോടെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ അവർ ആ നിഡാവെലിയറിൽ പോയി ഇത് ഫോർജ് ചെയ്യുന്നു എന്ന് കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. താനോസ് ബസ്റ്റർ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള അറിവ്. എങ്കിൽ ആ ഒരു ആർമറിന്റെ പ്രത്യേകതകളും ആ ഒരു ആർമറിന്റെ കഴിവുകളും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ താനോസ് ബസ്റ്ററിനെ ഞാൻ നമ്പർ 3 വെച്ചിരിക്കുന്നത്. നമ്പർ 2, ടോണി ഓർ ക്യാപ്റ്റൻസ് ഡെത്ത്. സോ ഗൈസ്, ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഒരു സാക്രിഫൈസ് ഉറപ്പാണ്. അതായത് മേജർ ക്യാരക്ടേഴ്സിൽ ആരെങ്കിലും ഒരാൾ മരിക്കും എന്നുള്ളത് ഏകദേശം ഒരു 90% ഉറപ്പായിട്ടുണ്ട്. സോ ചില ഫാൻസ് പറയുന്നു ടോണി സ്റ്റാർക്കാണ് മരിക്കുക, ചില ഫാൻസ് പറയുന്നു ക്യാപ്റ്റൻ അമേരിക്കയാണ് മരിക്കുക. ആര് മരിച്ചാലും അത് എല്ലാ ഫാൻസിനും ഒരു വിഷമമുള്ള കാര്യമായിരിക്കും. എങ്കിൽ കൂടി ഒരു എപ്പിക് സീനായിരിക്കും അത്. കാരണം ഈ ഒരു 2 പേരുടെ, അതായത് റോബർട്ട് ഡൗണി ജൂനിയർ അതുപോലെ തന്നെ ക്രിസ് ഇവാൻസ് എന്നിവരുടെ കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ട്. ക്രിസ് ഹെംസ്വർത്തിന്റെ കോൺട്രാക്റ്റും അവസാനിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ തോർ സിനിമയിൽ മരിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്കയോ ടോണിയോ മരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് ഒറിജിനലായിട്ട് മരിക്കുകയാണോ അതോ ഇനി മറ്റൊരു ടൈം ലൈനിൽ മരിക്കുകയാണോ എന്നറിയില്ല. എന്നിരുന്നാലും ഇവരിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ അത് കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ അതൊരു കുറച്ച് വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി നിങ്ങളിൽ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരും. എന്നിരുന്നാലും അങ്ങനെ ഒരു സീൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു സീൻ, അതൊരു എപ്പിക് സീനാവാനാണ് ചാൻസ്. സോ ഗൈസ്, നമ്പർ 1 പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത എന്നാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചില സീൻസിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാണ് ആസ്ഗാർഡിയൻസ് റിട്ടേൺ. സോ ഗൈസ്, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ 50% ആസ്ഗാർഡിയൻസിനെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ. വാൾക്കിരി, കോർഗ്, മൈക്ക് ഉൾപ്പെടെയുള്ള മറ്റ് ആസ്ഗാർഡിയൻസ് മറ്റെവിടെയോ ആയിരുന്നു. സോ അവരെവിടെയാണെന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ റൂസോ ബ്രദേഴ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞു സ്നാപ്പ് കാരണം ആ ബാക്കിയുള്ള ആസ്ഗാർഡിയൻസിൽ പകുതി പേരും മരിച്ചുപോയി എന്നുള്ളത്. സോ ബാക്കി ആസ്ഗാർഡിയൻസ്, അതായത് 25% ആസ്ഗാർഡിയൻസ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഉണ്ടെങ്കിൽ അവരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നറിയാനും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ആൻഡ്മാൻ ക്വാണ്ടം റെൽമിൽ നിന്ന് പുറത്തു വരുന്നു എന്നറിയാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ടൈം വോർട്ടെക്സ് ഉപയോഗിച്ചിട്ടാണോ അതോ ആ ഒരു വലുതാവുന്ന ഡിസ്ക് ഉപയോഗിച്ചിട്ടാണോ എന്നറിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ടോണി സ്റ്റാർക്കിനെ രക്ഷിക്കുന്നത് ആരാവും? അത് റോക്കറ്റ് ആണോ, പെപ്പർ ആണോ, അതോ ക്യാപ്റ്റൻ മാർവൽ ആണോ, തോർ ആണോ എന്നുള്ളതും അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ റോണിൻ്റെ എൻട്രി, അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാർവലിൻ്റെ എൻട്രി, അതുപോലെ തന്നെ താനോസിൻ്റെ പുതിയ ആ ഒരു ഇരുതല വാള്, അതേപോലെ ലോക്കി റിട്ടേൺസ്. അതായത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ നമ്മൾ മിതിച്ചു എന്ന് വിചാരിക്കുന്ന ലോക്കി അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ റിട്ടേൺ ചെയ്താൽ അതൊരു മാസ് സീനാവും. ബട്ട് അത് ആ ഒരു സീന് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവായതുകൊണ്ടാണ് ഞാനതിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. അങ്ങനെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനതിൽ ഉൾപ്പെടുത്തിയായിരുന്നു. എന്നാൽ ലോക്കി തിരിച്ചു വരികയാണെങ്കിൽ അതൊരു മാസ് സീനായിരിക്കും. സോ ഗൈസ്, നമുക്കിനി നമ്പർ 1 പോകാം. നമ്പർ 1, അവഞ്ചേഴ്സ് അസംബിൾ. സോ ഏതൊരു മാർവൽ ഫാനും ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സീനാണ് അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളോട് റൂസോ ബ്രദേഴ്സ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് എല്ലാ മാർവൽ ഹീറോസും ഒപ്പം ഒരു ഫ്രെയിമിൽ വരുന്ന ഒരു സീൻ നമുക്ക് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ കാണാൻ സാധിക്കുമെന്ന്. സോ അങ്ങനെ ഒരു മാസ് സീൻ കാണുന്നത് ഒരു മാർവൽ ഫാനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമായിരിക്കും. എല്ലാ ഹീറോസും ഒരൊറ്റ ഫ്രെയിമിൽ വരുന്നത്. എന്നാൽ അത് മാത്രമാകില്ല, എന്നാൽ
നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അവെഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്ന ഒരു ഡയലോഗ് കൂടി കേൾക്കുകയാണെങ്കിൽ അതും ഒരു മാസ് സീനായി മാറും. അതായത് എല്ലാ ഹീറോസും ഒത്തുചേരുന്നു, അപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു അവെഞ്ചേഴ്സ് അസംബിൾ എന്ന്. സോ നമ്മൾ വളരെയധികം കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഡയലോഗാണിത്. സോ അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ അവസാനം നമ്മൾ അതിന്റെ പകുതി കേട്ടു, അവെഞ്ചേഴ്സ് എന്ന് വരെ നമ്മൾ കേട്ടു. ബാക്കി അവെഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുന്ന ഒരു ഡയലോഗ് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ക്ലൈമാക്സിൽ കാണാൻ സാധിച്ചാൽ അതൊരു മാസ് സീനായിരിക്കും. MCUവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സീനായി മാറും അത്. അതായത് എല്ലാ ഹീറോസും കൂടി ആ ഒരു കോമൺ ത്രെറ്റിനെ നേരിടുന്ന ഒരു സീൻ. സോ അങ്ങനെ ഒരു സീന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സീനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സീൻ. അതായത് എല്ലാ അവെഞ്ചേഴ്സും ഒരുമിച്ച് വരുന്ന ഒരു സീൻ. സോ ഗൈസ്, ഇത്രയുമായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പ് 10 തിങ്സ്, ടോപ്പ് 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതല്ല ഇത് നിങ്ങൾക്ക് ഏതൊക്കെ സീൻസ് കാണാനാണ് ആഗ്രഹം അതും താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. ഞാനിനി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സൂപ്പർ ക്ലിപ്സ്.